കാൻ ഫിലിം ഫെസ്റ്റിവൽ ലൈനപ്പിലെ ഏറ്റവും പുതിയതായി കടന്നുവന്ന ഇന്ത്യൻ സിനിമ അമുൽ ക്ഷീര സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള 48 വർഷം പഴക്കമുള്ള ഒരു സിനിമയാണ്. ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡിജിറ്റലായി പുനഃസ്ഥാപിച്ച ശ്യാം ബെനഗലിന്റെ മന്ഥൻ എന്ന സിനിമ കാനിൽ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. ഇന്ത്യൻ സിനിമാ നിർമ്മാണ ചരിത്രത്തിൽ തന്നെ വളരെയധികം പ്രത്യേകതയുള്ള സിനിമയാണിത്. ആയിരത്തി 1940കളുടെ അവസാനത്തിൽ ഗുജറാത്തിലെ ക്ഷീരകർഷകരുടെ സഹകരണ സംഘമായ അമൂലിന് അടിത്തറയിട്ട വർഗീസ് കുര്യന്റെ മാതൃകയിലാണ് ചിത്രത്തിൽ ഗിരീഷ് കർണാട് അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രം. കർണാടിനൊപ്പം സ്മിത പാട്ടീലും നസറുദ്ദീൻ ഷായും അമരീഷ് പുരിയും മോഹൻ ആകാശയും അനന്ത് നാഗും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ ക്രൗഡ് സോഴ്സിംഗിന്റെ ആദ്യകാല ഉദാഹരണം കൂടിയായിരുന്നു. ക്ഷീരകർഷകരാണ് സിനിമാ നിർമ്മാണത്തിന് പണം സ്വരൂപിച്ചത്. 5 ലക്ഷം കർഷകർ 2 രൂപ വെച്ച് സംഭാവന നൽകി സൃഷ്ടിച്ച ക്ലാസിക് ചിത്രമാണിത്. വിജയ് ടെണ്ടുൽക്കറുടെ തിരക്കഥയിൽ കൈഫി ആസ്മിയുടെ സംഭാഷണവും ചേർന്നപ്പോൾ പുരോഗമന ആശയങ്ങൾ ജനസമൂഹത്തിൽ യാന്ത്രികമായി നടപ്പാക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ചുകൂടി താക്കീത് നൽകി ഈ സിനിമ. ക്യാനിൽ കുര്യന്റെ മകളും ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ പ്രതിനിധിയും ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടർ ദുംഗർപൂറുമാണ് മന്ഥനെ പ്രതിനിധീകരിക്കുന്നത്. സ്മിത പാട്ടീലിന്റെ കുടുംബാംഗങ്ങളും സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. 35 mm സെല്ലുലോയിഡ് പ്രിന്റിൽ നിന്നാണ് സിനിമ പുനർനിർമ്മിച്ചത്. ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് സിനിമാ നിർമ്മാണം നടത്തിയ ഗുജറാത്ത് കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ് തന്നെയാണ് സിനിമയുടെ പുനർനിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ജി അരവിന്ദന്റെ തമ്പ്, അരിബാം ശ്യാം ശർമ്മയുടെ ഇഷാനോ എന്നിങ്ങനെ 2 ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പ്രോജക്ടുകൾ ക്യാനിൽ ഇതിനു മുമ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.